10ാം ക്ലാസ് NOEC മലയാളം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു പാഠഭാഗമാണ് കച്ചട്ടി സാമിയാരുടെ കഥ. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാന ചോദ്യങ്ങളും അവയ്ക്കുള്ള കൃത്യമായ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ പാഠഭാഗത്തിലുള്ള വ്യക്തമായ ധാരണ ലഭിക്കാനും പരീക്ഷയിൽ ഫുൾ മാർക്ക് ഉറപ്പാക്കാനും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം, പരബ്രഹ്മയരെ നാട്ടുകാർക്ക് ഒട്ടും ഇഷ്ടമില്ലാതിരിക്കാൻ കാരണം എന്തായിരുന്നു? ഉത്തരം, പരബ്രഹ്മയർ അങ്ങറ്റത്തെ പിശുക്കനായിരുന്നു. കടുപ്പിടുത്തം നിറഞ്ഞ ഇയാൾ ആർക്കും ഒന്നിനും ഒരു സഹായം ചെയ്തിരുന്നില്ല. പണം മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്ന ഇയാളുടെ സ്വാർത്ഥത കാരണമാണ് നാട്ടുകാർക്ക് ഇയാളുടെ വെറുപ്പ് തോന്നിയത്. അടുത്ത ചോദ്യം, കുട്ടികളുടെ മനസ്സിനെ കുറിച്ച് സഞ്ജയൻ കഥയുടെ തുടക്കത്തിൽ എന്താണ് പറയുന്നത്? ഉത്തരം, കുട്ടികളുടെ മനസ്സ് തികച്ചും കളങ്കമില്ലാത്തതാണ്. മുതിർന്നവരെ പോലെ കുശുമ്പും അസൂയയും പരദൂഷണവും പറയുന്ന സ്വഭാവം കുട്ടികൾക്കില്ല. അതുകൊണ്ടാണ് സഞ്ജയൻ ഈ കഥ മുതിർന്നവരോട് പറയാതെ കുട്ടികളോട് പറയാൻ താല്പര്യപ്പെടുന്നത്. അടുത്ത ചോദ്യം, അയ്യരുടെ കച്ചട്ടികൾ തകർന്നപ്പോൾ നാട്ടുകാർ ദൈവങ്ങളോട് എന്താണ് പ്രാർത്ഥിച്ചത്? ഉത്തരം, അടുത്ത വർഷവും പരബ്രഹ്മയർക്ക് ഇതുപോലെ തന്നെ വലിയ നഷ്ടം വരണമേ എന്നാണ് അവർ പ്രാർത്ഥിച്ചത്. ഇതിനായി അവർ ദൈവങ്ങൾക്ക് പ്രത്യേക വഴിപാടുകളും പൂജകളും വരെ കഴിച്ചു. ഒരു മനുഷ്യന്റെ തകർച്ചയിൽ ഒരു നാട് മുഴുവൻ സന്തോഷിക്കുന്ന വിചിത്രമായ പ്രതികാര ബുദ്ധിയാണ് സഞ്ജയൻ ഇവിടെ കാട്ടിത്തരുന്നത്. അടുത്ത ചോദ്യം, കച്ചട്ടി ഡിം എന്ന വിളി അയ്യരെ എങ്ങനെയാണ് ബാധിച്ചത്? ഉത്തരം, വഴിയിലൂടെ നടക്കുമ്പോൾ കുട്ടികൾ ഈ പേര് വിളിച്ച് കളിയാക്കുന്നത് അയ്യർക്ക് ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. കടുത്ത ദേഷ്യത്തോടെ ഇയാൾ വടിയും എടുത്ത് കുട്ടികളെ അടിക്കാൻ പുറകെ ഓടി. എന്നാൽ കുട്ടികളെ കിട്ടാത്തത് കൊണ്ട് ദേഷ്യം മൂത്ത് ഒടുവിൽ ഇയാൾ തന്നെ വഴിയിൽ വീഴുകയും മുട്ടുപൊട്ടുകയും ചെയ്യുന്ന അവസ്ഥയിലായി. അടുത്ത ചോദ്യം, ഈ കഥയിലെ സഞ്ജയൻ പരിഹസിക്കുന്ന മനുഷ്യ സഹജമായ 2 തെറ്റായ സ്വഭാവങ്ങളേവ? ഉത്തരം, 1, പരബ്രഹ്മയരുടെ അതിരുകടന്ന പിശുക്കും സ്വാർത്ഥതയും. 2, മറ്റൊരാൾക്ക് ആപത്ത് വരുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന നാട്ടുകാരുടെ പ്രതികാര ബുദ്ധിയും ക്രൂരതയും. അടുത്ത ചോദ്യം, കച്ചട്ടി ഡിം എന്ന പ്രയോഗം കഥയിൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം, പരബ്രഹ്മയരുടെ കച്ചട്ടികൾ തോട്ടിലേക്ക് വീണുടയുമ്പോൾ ഉണ്ടായ വലിയ ശബ്ദത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പിന്നീട് വഴിയിലൂടെ പോകുമ്പോൾ അയ്യരെ ദേഷ്യം പിടിപ്പിക്കാനും കളിക്കാനും നാട്ടുകാരും വികൃതി കുട്ടികളും ഉപയോഗിച്ച പരിഹാസ പേരായി ഇത് മാറി. അടുത്ത ചോദ്യം, കഥയുടെ അവസാനം പരബ്രഹ്മയർക്ക് സംഭവിക്കുന്നത് എന്താണ്? ഉത്തരം, കച്ചട്ടി ഡിം എന്ന് വിളി കേട്ട് പ്രകോപിതനായ അയ്യർ വടിയുമെടുത്ത് കുട്ടികളെ അടിക്കാൻ പുറകെ ഓടുന്നു. എന്നാൽ ദേഷ്യം മൂത്ത് ഒടുവിൽ ഇയാൾ തന്നെ വഴിയിൽ വീഴുകയും മുട്ടുപൊട്ടുകയും ചെയ്യുന്ന അവസ്ഥയാകുന്നു. ഇയാളുടെ പിശുക്കും എടുത്തുചാട്ടവും ഇയാളെ കൂടുതൽ നാശത്തിലേക്കാണ് എത്തിച്ചത്. അടുത്ത ചോദ്യം, പരബ്രഹ്മയരുടെ ലോഭഗുണ പിശുക്ക് വ്യക്തമാക്കുന്ന ഉദാഹരണങ്ങൾ കഥയിൽ എങ്ങനെയെല്ലാം കാണാം? ഉത്തരം, പരബ്രഹ്മയർ പണത്തോട് കടുത്ത ആർത്തിയുള്ള ആളായിരുന്നു. നാട്ടിൽ ആർക്കെങ്കിലും ഒരു വിപത്തോ കഷ്ടപ്പാടോ വന്നാൽ ഒരു പൈസ പോലും കൊടുത്ത് സഹായിക്കാത്ത ആളായിരുന്നു അദ്ദേഹം. തന്റെ കച്ചട്ടികൾ തകർന്നപ്പോൾ പോലും പണം നഷ്ടപ്പെട്ടതിനുള്ള സങ്കടം മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഈ സ്വാർത്ഥതയാണ് അദ്ദേഹത്തെ നാട്ടുകാരുടെ ശത്രുവാക്കി മാറ്റിയത്. അടുത്ത ചോദ്യം, സഞ്ജയന്റെ ഹാസ്യശൈലിയുടെ പ്രത്യേകത ഈ കഥയിൽ എങ്ങനെ കാണാം? ഉത്തരം, സഞ്ജയൻ വെറുതെ ചിരിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല എഴുതുന്നത്. ഒരു മനുഷ്യന്റെ വലിയൊരു നഷ്ടത്തെ നാട്ടുകാർ ആഘോഷമാക്കുന്നതിലൂടെ സമൂഹത്തിന്റെ ക്രൂരമായ മാനസികാവസ്ഥയെ അദ്ദേഹം നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിക്കുന്നു. വായനക്കാരെ ചിരിപ്പിക്കുന്നതിനോടൊപ്പം ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന സറ്റയർ ശൈലിയാണ്, പരിഹാസ ശൈലിയിലാണ് സഞ്ജയൻ ഈ കഥയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, കഥയുടെ അവസാനം വായനക്കാരന് ലഭിക്കുന്ന സന്ദേശം എന്താണ്? ഉത്തരം, ഒരു മനുഷ്യൻ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവരോട് ദയയും കരുണയും കാണിക്കണം. സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന പിശുക്കന്മാരെ ആപത്തുഘട്ടത്തിൽ ആരും സഹായിക്കില്ല. നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെ ആയിരിക്കും സമൂഹത്തിൽ നിന്ന് നമുക്ക് തിരികെ ലഭിക്കുക എന്ന് വലിയ പാഠമാണ് കഥ നൽകുന്നത്. അടുത്ത ചോദ്യം, പരബ്രഹ്മയരുടെ പിശുക്കും നാട്ടുകാരുടെ പ്രതികാര ബുദ്ധിയും കച്ചട്ടി സാമിയാരുടെ കഥയെ ആസ്പദമാക്കി വിലയിരുത്തുക. ഉത്തരം, മലയാളത്തിലെ പ്രശസ്ത ഹാസ്യ സാഹിത്യകാരനായ സഞ്ജയന്റെ ശ്രദ്ധേയമായ ഒരു രചനയാണ് കച്ചട്ടി സാമിയാരുടെ കഥ. മനുഷ്യ സഹജമായ ലോഭം പിശുക്കിനെയും മറ്റുള്ളവരുടെ കഷ്ടപ്പാടിൽ ആനന്ദം കണ്ടെത്തുന്ന സമൂഹത്തിന്റെ വിചിത്ര മനോഭാവത്തെയും സഞ്ജയൻ ഇതിൽ പരിഹസിക്കുന്നു. പരബ്രഹ്മയരുടെ സ്വഭാവം കഥയിലെ പ്രധാന കഥാപാത്രമായ പരബ്രഹ്മയർ അങ്ങറ്റത്തെ പിശുക്കനായിരുന്നു. നാട്ടിൽ ആർക്കും ഒരു സഹായം ചെയ്യാത്ത സ്വാർത്ഥനായതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് ഇയാളോട് കടുത്ത വെറുപ്പായിരുന്നു. കച്ചട്ടി ദുരന്തവും നാട്ടുകാരുടെ പ്രതികരണവും അയ്യർ വാങ്ങിയ കച്ചട്ടികൾ പാലത്തിൽ നിന്ന് തോട്ടിലേക്ക് വീണ് പൂർണ്ണമായി തകരുമ്പോൾ നാട്ടുകാർക്ക് സങ്കടത്തിന് പകരം സന്തോഷമാണ് ഉണ്ടായത്. അവർ പരസ്പരം ചായ വാങ്ങി നൽകി ആഹ്ലാദിക്കുകയും അടുത്ത വർഷം ഇതേ ദുരന്തം അയ്യർക്ക് വരാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരോട് ദയോ ഉദാരതയോ കാണിക്കാത്ത മനുഷ്യർക്ക് ഒരു വിപത്ത് വരുമ്പോൾ സമൂഹം അവരെ സഹായിക്കില്ല എന്ന് മാത്രമല്ല അവരുടെ തകർച്ചയിൽ സന്തോഷിക്കുകയും ചെയ്യുമെന്ന വലിയൊരു സാമൂഹ്യ സത്യം സഞ്ജയൻ ഈ കഥയിലൂടെ
ഹാസ്യരൂപേണ വ്യക്തമാക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി പ്രിയങ്ക ട്യൂട്ടോറിയൽസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.